Hi friends, എല്ലാവർക്കും മിക്സ് മീഡിയ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചകിരിച്ചോറ് എങ്ങനെ നിർമ്മിക്കാം, അതായത് കൊക്കോ പീറ്റ് എങ്ങനെ നിർമ്മിക്കാം എന്നതിനെക്കുറിച്ചാണ്. നമുക്ക് പച്ചക്കറികൾക്കൊക്കെ വളരെ ആവശ്യമായിട്ടുള്ള സാധനമാണ് ഈ കൊക്കോ പീറ്റ്, ചകിരിച്ചോറ്. പച്ചക്കറി നമ്മൾ ഗ്രോവകൾ നിറയ്ക്കുമ്പോൾ ഈ ചകിരിച്ചോറാണ് നമ്മൾ മെയിനായിട്ട് അതിനുള്ളിൽ മണ്ണിനൊപ്പം കൂടിച്ചേർക്കുന്ന സാധനം. ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് വീടുകളിൽ തന്നെ ഉണ്ടാക്കാം. കടകളിൽ നിന്ന് നമ്മൾ ഈ കൊക്കോ പീറ്റ് നമ്മൾ മേടിക്കുമ്പോൾ ഒരു 5 കിലോൻ്റെ ബാഗിന് നമുക്കൊരു 150 രൂപ അല്ലെങ്കിൽ 200 രൂപയുടെ താഴെ നമുക്ക് വില വരുന്നുണ്ട്. നമ്മുടെ വീടുകളിൽ നമ്മൾ വലിച്ചെറിയുന്ന ചകിരി, അതായത് നമ്മുടെ ഉപയോഗം കഴിഞ്ഞ് നമ്മൾ വലിച്ചെറിയുന്ന ഈ ചകിരി ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് ചകിരിച്ചോറ് വീട്ടിൽ നിർമ്മിച്ചെടുക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്നാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ താഴെയായിട്ടൊരു ബെല്ലൈക്കൻ കാണാം. ആ ബെല്ലൈക്കൻ നിങ്ങൾ ഓൾ എന്നൊരു ഓപ്ഷൻ അമർത്താം. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ലഭിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. അതുപോലെ തന്നെ ഇത് ഉപകാരപ്പെടുന്നവർക്ക് നിങ്ങളൊന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ചകിരി ഇവിടെ ഞാൻ ആവശ്യം കഴിഞ്ഞിട്ടുള്ള ചകിരികൾ എനിക്കിത് അറിയുന്നതിന് മുന്നേ ഞാനിത് ഇവിടെ ഇങ്ങനെ വലിച്ചു വാരി ഇടില്ലായിരുന്നു. തേങ്ങ പൊളിച്ച് കഴിഞ്ഞാൽ ചകിരി നമ്മൾ ഈ ജാതിയുടെ കടക്കിലേക്ക് ഇടും. അങ്ങനെ ഇട്ടിട്ട് ഒരുപാട് ചകിരിയായി. ഇപ്പോൾ ഈ ചകിരി എടുത്തിട്ടാണ് നമ്മൾ ചകിരിച്ചോറ് ഉണ്ടാക്കാൻ പോണത്, ആ കൊക്കോ പീറ്റ് ഉണ്ടാക്കാൻ പോണത്. ഇതിപ്പോൾ ജാതിയുടെ കടക്കിൽ കിടന്നിട്ട് ഒരു കൊല്ലത്തോളം പഴക്കമായിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ എടുത്തു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് നമുക്ക് ചകിരിച്ചോറാക്കി മാറ്റാൻ കിട്ടും. പുതിയ ചകിരി ആവുന്നതിനേക്കാളും നല്ലത് ഇതുപോലെയുള്ള ചകിരിയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ചകിരിച്ചോറ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്കിതൊന്ന് ചകിരിച്ചോറ് ഉണ്ടാക്കി നോക്കാം. ഇതിപ്പോൾ ഞാൻ ചകിരി എടുത്തിട്ടുണ്ട്. നമ്മൾ ഒരു ചിറ്റി എടുത്തിട്ട് നമ്മൾ ഈ ചകിരി ആദ്യം തന്നെ നല്ല പോലെ അടിച്ചെടുക്കാം. നല്ല പോലെ അടിച്ച് ചകിരിയുടെ ആ നാരുകളും അതുപോലെ തന്നെ അതിൻ്റെ ചോറും വേർതിരിയുന്ന വിധത്തിൽ ചുറ്റി കൊണ്ട് അടിച്ചെടുക്കുക. നല്ല പോലെ നമ്മൾ ഇത് ചിറ്റിക്ക് അടിച്ചതിന് ശേഷം നമ്മളിതേ ഈ പുറമത്തെ തൊലി ഉണ്ടല്ലോ, ചിറ്റിക്ക് അടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഈ പുറമത്തെ തൊലി നമ്മൾ പറിച്ചു കളയാം. ഈ കറുത്ത നിറത്തിലുള്ള തൊലി പറിച്ചു കളയാം. കണ്ടില്ലേ, ഇതുപോലെ നമുക്ക് കിട്ടും. നമ്മളിത് വെട്ടുകൊത്തിക്കൊണ്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് വെട്ടിയെടുക്കുക. ചെറിയ കഷ്ണങ്ങളായിട്ട് കൊത്തിയെടുക്കാം. വളരെ ചെറിയ കഷ്ണങ്ങളായിട്ട് കുത്തിയാൽ മതിക്കാം. ഞാനിപ്പോൾ ഇത്രയും ചകിരിച്ചോറ് ഞാൻ അതുപോലെ വെട്ടി ശരിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് കൈ കൊണ്ടൊന്ന് നല്ല പോലെ ഒന്ന് തിരുമ്മി കൊടുക്കാം. ചിലപ്പോൾ വെട്ടായിട്ട് കൊള്ളാത്ത ഭാഗങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ നല്ല പോലെ കൈ കൊണ്ടൊന്ന് തിരുമ്മി കൊടുക്കാം. അപ്പോൾ തന്നെ നമുക്കൊന്ന് പൊടിഞ്ഞ് കിട്ടും. നമുക്ക് നല്ല പോലെ ഒന്ന് തിരുമ്മിയെടുക്കാം. കൈ കൊണ്ട് തന്നെ തിരുമ്മി എടുക്കാം. ഇതിപ്പോൾ ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. നമ്മൾ ഈ വെട്ടി വെച്ചിട്ടുള്ള ചകിരിയുടെ പീസുകൾ നമ്മൾ ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. മൊത്തമായിട്ട് ഇത് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മളിത് വെള്ളത്തിലിട്ട് ഒന്ന് കുതിരാൻ വേണ്ടി ഇടാം. നമുക്ക് കുറച്ച് നേരം ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരാഴ്ച നമുക്ക് വെള്ളത്തിൽ വേണമെങ്കിൽ ഇട്ടിട്ട് വെച്ച് കോരാം. അല്ലെന്നുണ്ടെങ്കിൽ 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസമായാലും കോരാം. നമ്മൾ ഇതിപ്പോൾ വെള്ളത്തിൽ നമ്മൾ 1 മണിക്കൂറോളം ഇട്ടിട്ടാണ് നമ്മൾ പെട്ടെന്ന് കോരിയെടുക്കുന്നത്. നല്ല പോലെ തിരുമ്മിയെടുക്കുക. വെള്ളത്തിലിട്ടതിന് ശേഷം നല്ല പോലെ തിരുമ്മുക. അതിൻ്റെ കറ, അതായത് ഈ ചകിരിച്ചോറിന് ഒരു കറയുണ്ടാവും. ആ കറ നമുക്ക് പോയി കിട്ടണം. അപ്പോൾ 1 2 പ്രാവശ്യം നമുക്ക് കഴുകിയാലും കുഴപ്പമില്ല. അപ്പോൾ അതുപോലെ നമ്മൾ നല്ല പോലെ തിരുമ്പി കഴുകിയെടുക്കാം. അപ്പോൾ അതിൻ്റെ നാരും ചോറൊക്കെ സെപ്പറേറ്റ് ആയിരിക്കും. അപ്പോൾ നല്ല പോലെ തിരുമ്പിയെടുക്കാം. ഇതിപ്പോൾ ഞാൻ നല്ല പോലെ 2 പ്രാവശ്യം കഴുകിയെടുത്തിട്ടുള്ളതാണ്. കുറച്ച് നേരം നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ളതാണ്. നല്ല പോലെ തിരുമ്പിയെടുക്കുക. നല്ല പോലെ അതിൻ്റെ കറ കംപ്ലീറ്റ് ആയിട്ട് പോകണ ഇതിൽ നമ്മൾ തിരുമ്പിയെടുക്കുക. എന്നിട്ട് വെള്ളം നല്ല പോലെ പിഴിഞ്ഞ് നമുക്ക് ഷീറ്റിലിട്ടിട്ട് ഷീറ്റിലേക്ക് ഇടാം. 2 3 ദിവസം നമുക്ക് വെള്ളത്തിൽ വെച്ചാലും അതിൻ്റെ കറ കൂടുതലായിട്ട് ഇറങ്ങി പോകും. അപ്പോൾ അതാണ് കുറച്ചുകൂടെ ബെറ്റർ. ഞാനിപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടി കുറച്ച് നേരം
കുറച്ച് നേരം ഇട്ട് വെച്ചതിന് ശേഷം ചെയ്തതാണ്. ഇതിപ്പോൾ നമ്മൾ ഇത് കണ്ടില്ലേ, നമ്മുടെ കോക്കോ പിറ്റ് കണ്ടില്ലേ, ഇതാണ് കോക്കോ പിറ്റ്. നമ്മൾ ചകിരിച്ചോറ് നമ്മൾ ഗ്രോ ബാഗുകളിലൊക്കെ നിറയ്ക്കാൻ വേണ്ടി ഇത് യൂസ് ചെയ്യാം. ഇനി നമുക്കിത് ഉണക്കി സൂക്ഷിക്കുന്നവർക്കാണെന്നുണ്ടെങ്കിൽ ഒരുപാട് നാളത്തേക്ക് ഇത് സ്മെല്ലില്ലാതിരിക്കാൻ വേണ്ടി ചിലപ്പോൾ നമുക്കിത് വെയിലത്തിട്ട് തന്നെ ഈ ഷീറ്റിൽ തന്നെ നമുക്ക് ഇത് ഉണക്കിയിട്ട് നമുക്ക് ചാക്കുകൾ സൂക്ഷിക്കാം. അല്ല ഇപ്പോൾ തന്നെ യൂസ് ചെയ്യുന്നവർക്കാണെങ്കിൽ ഇപ്പോൾ തന്നെ യൂസ് ചെയ്യാം. ഇത് ഒരുപാട് നാളത്തേക്ക് സൂക്ഷിക്കുമ്പോൾ നമ്മൾ ഉണക്കിയതിന് ശേഷം വേണം സൂക്ഷിക്കാൻ. ഉണക്കി ചാക്കുകൾ കെട്ടി വയ്ക്കണം. അല്ല നമ്മളിപ്പോൾ തന്നെ യൂസ് ചെയ്യുകയാണെങ്കിൽ നനത്ത് ഉണക്കിയില്ലെങ്കിലും കുഴപ്പമില്ല. പലരും ഇത് മിക്സിയിൽ രണ്ടാമതും മിക്സ് ആവാൻ വേണ്ടി അടിക്കണമെന്ന് പറയുന്നുണ്ട്. പക്ഷേ മിക്സിയിലൊക്കെ അടിച്ച് കഴിഞ്ഞാൽ മിക്സിയുടെ ജാറ് വളരെയധികം കംപ്ലൈൻ്റ് ആയി. ഇപ്പോൾ തന്നെ കണ്ടില്ലേ, ഇപ്പോൾ തന്നെ നല്ല പൊടിയായിട്ടുള്ള കോക്കോ പിറ്റാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഇങ്ങനെയുള്ള ചകിരിച്ചോറ് നമ്മൾ മിക്സിയിലെന്താ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇനി അത്രയധികം സ്മൂത്തായി. അതിനാണ് നമ്മൾ കഷ്ടി 1 വർഷത്തോളം പഴക്കമുള്ള ചകിരി നമ്മൾ എടുത്തതിൻ്റെ കാരണം. അപ്പോൾ അല്ല മിക്സിയിൽ അടിക്കേണ്ടത് പുതിയ ചകിരിയാണെന്നുണ്ടെങ്കിൽ മിക്സിയിൽ അടിക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ മിക്സിയിലൊക്കെ അടിച്ച് കഴിഞ്ഞാൽ മിക്സിയുടെ ജാറ് തകർന്ന് കിട്ടും. അപ്പോൾ മിക്സിയുടെ ജാറിൽ നമ്മൾ ഒരിക്കലും അടിക്കാൻ ശ്രമിക്കരുത്. ഇതുപോലെ കുറച്ച് പഴക്കമുള്ള ചകിരി എടുത്തിട്ട് നമുക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ മിക്സിയിൽ അടിക്കേണ്ട നമുക്ക് ഒഴിവാക്കാം. ഇനി നമുക്കിത് ഉണക്കി സൂക്ഷിക്കാം. ഗ്രോ ബാഗുകളിൽ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഫില്ല് ചെയ്യേണ്ടതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ചെയ്യാം, അല്ലെങ്കിൽ ഉണക്കി സൂക്ഷിക്കാം. അപ്പോൾ നിങ്ങൾക്കിത് നിങ്ങളിതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ഒരുപാട് പൈസ കൊടുത്തിട്ട് നിങ്ങൾക്ക് ഈ കടകളിൽ നിന്ന് നമ്മൾ മേടിക്കേണ്ട കാര്യമില്ല. 200 രൂപയൊക്കെ ഒരു 5 കിലോൻ്റെ ബാഗിന് വില വരുന്നുണ്ട്. നമ്മൾ വെറുതെ വലിച്ച് എറിയുന്ന ചകിരി ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ കോക്കോ പിറ്റ് നമുക്ക് സ്വന്തം വീടുകളിൽ നമുക്ക് തന്നെ സ്വയമായിട്ട് നിർമ്മിച്ചെടുക്കാം. ഇപ്പോൾ ഒരുപാട് ലോക്ക്ഡൗൺ ആയിട്ട് എല്ലാവരും വീടുകളിൽ ഇരിക്കല്ലേ. അപ്പോൾ കുറച്ച് കോക്കോ പിറ്റ് നമുക്ക് ഉണ്ടാക്കി പച്ചക്കറികളൊക്കെ സമൃദ്ധിയായിട്ട് വളരാൻ നമുക്ക് സഹായിക്കും. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടില്ലേ, നിങ്ങൾ ഇതുപോലെ തന്നെ സിമ്പിളായിട്ട് നിങ്ങളുടെ വീടുകളിൽ വലിച്ചെറിയുന്ന ചകിരി ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് നമ്മുടെ ഗ്രോ ബാഗുകളും പച്ചക്കറികൾക്കൊക്കെ ഉള്ള കോക്കോ പിറ്റ് നമുക്ക് സിമ്പിളായിട്ട് നിർമ്മിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ അതിൻ്റെ അടുത്തുള്ള ഒരു ബെല്ലൈക്കൺ കൂടി ഓൾ എന്നൊരു ഓപ്ഷൻ അമർത്തിയിടാം. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ കാർഷികപരമായിട്ടും അതുപോലെ തന്നെ ഫാമിംഗ് സംബന്ധമായിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അതുപോലെ തന്നെ ഇതിനെക്കുറിച്ചുള്ള സംശയങ്ങളോ അതിനെക്കുറിച്ചുള്ള നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ നിങ്ങൾ മറക്കരുത്. അതുപോലെ തന്നെ ഇത് ചിലപ്പോൾ അറിയാത്തവരാരെങ്കിലും ഉണ്ടായിരിക്കാം ഇതിനെ പറ്റിയിട്ട്. അപ്പോൾ നിങ്ങൾ ഇന്ന് അങ്ങനെ അറിയാത്തവർക്ക് ഒന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ ഞാനിനി ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വരും. അതുവരെ ഗുഡ് ബൈ.